ഞാൻ കഴിഞ്ഞ ദിവസം DYFI നൽകുന്ന പൊതിച്ചോറിനെ പറ്റിയിട്ട് കെ മുരളീധരൻ മന്ത്രി നടത്തിയൊരു വിവാദ പരാമർശത്തെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് വളരെ അവിചാരിതമായിട്ടൊന്നൊരു വീഡിയോ കൂടെ കണ്ടു. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നോക്കിയാൽ ഇതിൻ്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീന്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ. ഒരു വാക്ക് രണ്ട് പ്രവൃത്തി എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ അദ്ദേഹം സന്ദർശിച്ചു. അതിന്റെ ഭാഗമായിട്ട് എത്തിയപ്പോഴാണ് NGO അസോസിയേഷൻ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം മുഴക്കി മന്ത്രി. എങ്ങനെയുണ്ട്? മൂപ്പർക്ക് സ്വന്തം പാർട്ടിയുടെ കാര്യം വരുന്ന സമയത്ത് ഇത് പാലിക്കാൻ പറ്റില്ല. ഈ കിടപ്പ് രോഗികളുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഈ പറഞ്ഞ മാഞ്ഞാലും കളിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, അവർക്കൊരു സമാധാനം കൊടുക്കട്ടെ. DYFI പോലെയുള്ള സംഘടനകളൊന്നും അവിടെ പോയിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന പരിപാടികളൊന്നും കാണാറില്ല. രണ്ടാമത്തതാണ് അതിനെക്കാട്ട് വലിയ കോമഡി. ഈ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന നമുക്ക് പബ്ലിസിറ്റി വേണ്ടാന്ന് പറയുന്ന ടീമുണ്ടല്ലോ, അവർ കാണേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു വീഡിയോ കണ്ടേ. ഫോട്ടോ എടുക്കാം, നമ്മുടെ കൊടി കിട്ടണേ. ചെറുക്കായി കവർ കൊണ്ടുവന്ന കവർ പൊട്ടിപ്പോല്ലോ കേട്ടോ. അതെ അതെ അതെ, അരി പിടിക്കാട്ടോ. ഈ ഭണ്ഡാര വരുന്നവർക്കെല്ലാം കൊടുക്കണ്ടേ? എല്ലാവർക്കും ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇത് വരുന്ന ആളുകളെ വിളിക്കുന്നത് പണ്ടാരെന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇവരാരും അങ്ങോട്ട് ചോദിച്ചു പോയതല്ല, ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് കിറ്റെടുത്ത് കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഈ കൊടി കണ്ടോട്ടെ എന്ന് പറഞ്ഞത് ഇത് ശരിക്കും PR വർക്കല്ലേ? കാര്യം പറഞ്ഞാൽ നാണമുണ്ടോ? കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈ വലിയ ഡയലോഗ് മന്ത്രി അടിച്ചിട്ടുണ്ടായിരുന്നു, വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാൻ പാടില്ല. എന്താണിടും? കുറച്ച് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം വേണ്ടേ അല്ലേ? ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലേ? നിങ്ങളിപ്പോൾ ഒരു കൊടി അവിടെ വെച്ചു, അത് ബൈ ചാൻസിൽ ഒരു ഫോട്ടോ കിട്ടി, അത് നമുക്കത് ആശ്വസിക്കാം. അത് ഇത്തരം ഒരു വീഡിയോ തന്നെ പറയുകയാണെന്ത്, ആ കൊടി കൂടെ കിട്ടട്ടെ. ഈ വരുന്ന ആൾക്കാരെ പണ്ടാരെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണത് അല്ലേ? ഇതിൻ്റെ മുമ്പേ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മരിച്ചുപോയ അല്ലെങ്കിൽ അന്തരിച്ചുപോയ ഈ K കരുണാകരൻ്റെ പേര് നൽകുന്നത് കേട്ടു. നല്ല കാര്യം, അയാൾ കുറേ കാലം നമുക്ക് വേണ്ടിയിട്ട് കുറേ പ്രവർത്തനം നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ആർക്കും ഒരു എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ആശയമൊന്ന്, ആദർശമൊന്ന്, അത് പക്ഷേ പ്രവൃത്തി മാത്രം ഡിഫറെൻ്റ് ആകുന്ന സമയത്ത് നമ്മളെപ്പോലെ ആൾക്കാർ പ്രതികരിക്കേണ്ടിക്കുന്നത് മോശമല്ലേ അല്ലേ മന്ത്രി ചേട്ടാ? അപ്പം അതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക് വിവരമില്ല, കോഴിക്കോടൻ ഭാഷ പറഞ്ഞ മൊയന്താണെന്ന് വിചാരിക്കരുത്. ഓക്കെ.